പത്തരമാറ്റിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയുടെ അമ്മ ദേവയാനിയെ കാണാൻ വേണ്ടിയിട്ട് അനന്തപുരിയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ജയനോട് ചോദിക്കുന്നുണ്ട്, ജയ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ മരുമകൾ? ഒന്നും പറയേണ്ട അമ്മേ, വല്ലാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും 24 മണിക്കൂർ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. എന്നിട്ട് ഓരോന്ന് പറഞ്ഞ് ആ കുട്ടിയെ തിരികേറ്റി ഇല്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവർ. അതെന്താ ചെയ്യാ, നിങ്ങൾക്ക് പറഞ്ഞൂടെ? പിന്നെ മൂർത്തി സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ അവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പറയും ആരെങ്കിലും ധൈര്യപ്പെടുമോ? ഞാൻ പറയുകയാണ്, ഞങ്ങൾ മക്കളോടും മരുമക്കളോടും കാട്ടുന്നത് പോലെ കൊച്ചുമക്കളോടും ഭാര്യമാരോടൊന്നും പെരുമാറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മുത്തശ്ശനെ ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷെ വേണു അവളുടെ മകളും അത് വലിയൊരു കാര്യമാക്കിയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാമോ? ദേവയാനിക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ് എന്നതിൽ നിനക്ക് വല്ല അറിവുമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനിയുടെ അമ്മ. അമ്മയ്ക്ക് അറിയാമല്ലോ ജലജയുടെ അവിയുടെ സ്വഭാവം. അതുപോലെ തന്നെ വളരെ മോശം സ്വഭാവമാണ് അനാമികയ്ക്ക് അവളുടെ അച്ഛനും അമ്മയും. എല്ലാവരും കൂടി അനന്തപുരി തറവാട് ഒരു കുരുക്ഷേത്ര യുദ്ധം നടത്താനുള്ള പുറപ്പാടാണ്. പിന്നീട് ജയൻ 10 പവന്റെ സ്വർണം നഷ്ടമായതും ഗോവിന്ദനെ അറസ്റ്റ് ചെയ്തതും നവ്യയ്ക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചും നവ്യയുടെ നയനയുടെ സ്നേഹത്തെക്കുറിച്ചും പായസത്തിൽ വിഷം കലക്കിയതിനെ കുറിച്ചും നവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചും നയന കാച്ചിവെച്ച് പാലിൽ വിഷം കലക്കിയതിനെ കുറിച്ചും തുടർന്ന് ദേവയാനി ഹോസ്പിറ്റലിലായതിനെ കുറിച്ചും ഒക്കെ ജയൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടതിന് ശേഷം ദേവയാനിയുടെ അമ്മ പറയുന്നുണ്ട്, നവ്യയും നയനയും നിരപരാധികളാണ്. അനാമികയും അവളുടെ അച്ഛനും അമ്മയുമാണ് കുറ്റക്കാർ. അവരാണ് ഇതെല്ലാം ചെയ്തു വെച്ചത്. അത് കേൾക്കുമ്പോൾ ജയൻ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ന് അനാമികയുടെ അച്ഛൻ വേണു ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു. എന്റെ മുന്നിൽ എന്തൊരു അഭിനയമായിരുന്നു. എന്തെല്ലാം പ്രകടനങ്ങളാണ് എന്റെ മുന്നിൽ കാഴ്ചവെച്ചത്. സാധാരണ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നത്. അത് മാത്രമല്ല, എനിക്ക് അവരെ നല്ല സംശയമുണ്ട്. ആദർശം അതുപോലെ തന്നെ സംശയം പറഞ്ഞിട്ടുണ്ട്. അനാമിക വലിയ പണക്കാരിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കല്യാണം കഴിഞ്ഞതിന് പിറ്റേന്ന് തന്നെ 20 പവന്റെ സ്വർണ്ണമാണ് ഇവിടെ നിന്ന് നഷ്ടമായത്. അതിന് പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് ദേവയാനിയുടെ അമ്മ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, ഇതിനെല്ലാം ഞാൻ പരിഹാരം കാണാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആരാണ് യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടെത്തും. എല്ലാവർക്കും ഞാൻ തെളിവ് സഹിതം തന്നെ കാണിച്ചു തരാം എന്നൊക്കെ പറയുകയാണ് ദേവയാനിയുടെ അമ്മ. അപ്പോൾ ജയൻ പറയുകയാണ്, മുത്തശ്ശൻ ഇപ്പോൾ തീരെ സുഖമില്ല. അതുകൊണ്ടാണ് ഒന്നിനും മുത്തശ്ശൻ കയറി ഇടപെടാത്തത്. അതുമാത്രമല്ല, കൊച്ചുമകന്റെ ഭാര്യയല്ലേ, അങ്ങനെ എടുത്തുചാടി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ ദിവസങ്ങളിൽ തന്നെ എന്തുമാത്രം അവൾ അച്ഛനോട് ഒച്ചയിട്ട് എന്നറിയാമോ? ഒരു ദിവസം നവ്യയെ ഏടത്തി എന്ന് വിളിക്കണം, അവളെ ഇവള് എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞപ്പോൾ ഞാൻ വിളിക്കും, ഇനിയും വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത് കേട്ടപ്പോൾ അച്ഛൻ ഒരുപാട് വിഷമമായി. തിരിച്ചൊന്നും പറയാൻ കഴിയാതെ വിങ്ങി പൊട്ടി നിൽക്കുകയായിരുന്നു അച്ഛൻ എന്നൊക്കെ ജയൻ പറയുന്നുണ്ട്. പിന്നീട് ദേവിയാനിയുടെ അമ്മ പറയുകയാണ്, ഞാൻ കുറച്ച് നാടകം കളിക്കുകയാണ്, അതിന് സപ്പോർട്ടായിട്ട് നീ കൂടെ തന്നെ നിന്നോണം. അനിയോടും അജയനോടും ആദർശിനോടൊക്കെ ഇനി കാര്യങ്ങളെല്ലാം പറയണം. മുത്തശ്ശിയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവരെ ഞാൻ എന്റെ വഴിക്ക് കൊണ്ടുവരും എന്നൊക്കെ ദേവയാനിയുടെ അമ്മ പറയുന്നുണ്ട്. അങ്ങനെ അനന്തപുരിയിലേക്ക് പോവുകയാണ് ദേവയാനിയുടെ അമ്മ. ആ സമയം അനാമികയും അവളുടെ അമ്മയും ഒക്കെ അവിടെയുണ്ട്. അങ്ങനെ ചെന്നപാടെ ദേവയാനിയുടെ അമ്മയാണെന്ന് ജയൻ അനാമികയോട് പറയുകയാണ്. അനാമികയാണെങ്കിൽ സ്നേഹം അഭിനയിച്ചുകൊണ്ട് ദേവയാനിയുടെ അമ്മയുടെ കാലിൽ പിടിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. നന്നായി വരും, നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. അങ്ങനെയല്ലേ ജയ? കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല, കാലിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. എന്തായാലും അമ്മ വന്നത് നന്നായി. വല്യമ്മയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളക്കണ്ണീരെ ഒലിപ്പിച്ച് നിൽക്കുകയാണ് അനാമിക. അങ്ങനെ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ് ദേവയാനിയുടെ അമ്മ അങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കുക എന്ന തീരുമാനത്തിലാണ് ദേവയാനിയുടെ അമ്മ. അങ്ങനെ ഇട്ടുകൊടുത്ത് പണി മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അനാമികയും. അതിനുശേഷം ദേവയാനിയുടെ അമ്മ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അനി അങ്ങോട്ട് വരികയാണ്. ആഹാ, വല്യമ്മ വന്നോ? എത്ര നാളായി കണ്ടിട്ട്, കല്യാണത്തിന് പോലും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അനി. എന്നോട് പറഞ്ഞില്ലേ, എൻ്റെ കാലിന് സുഖമില്ലാത്തത് കൊണ്ടാണ്, എനിക്ക് തീരെ യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്തായാലും നീ നിന്റെ പെണ്ണിനെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ദേവയാനിയുടെ അമ്മ. അനാമിക പറയുന്നുണ്ട്, എൻ്റെ അമ്മേ, അവന് ഇതിലൊന്നും ശ്രദ്ധയില്ല, അവന് വേറെ കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധ. എന്നെയും കൊണ്ട് ഇതുവരെ അവൻ പുറത്തേക്ക് പോലും പോയിട്ടില്ല, പിന്നെയല്ലേ അത്ര ദൂരമൊക്കെ അവൻ എന്നെയും കൊണ്ടുവരുന്നത് എന്നൊക്കെ പറയുകയാണ് അനാമിക. അത് സാരമില്ല മോളെ, ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് ചെന്നപാടെ അവർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇനി എങ്ങനെയുണ്ട്? 2 പേർക്ക് സുഖമില്ലെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എൻ്റെ കാലിന് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. 2-3 ദിവസം കൊണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു ഇങ്ങോട്ടൊന്ന് വരണം, എല്ലാവരെയും കാണണമെന്ന്. പക്ഷെ അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. കേട്ടപ്പോൾ എനിക്ക് ആകപ്പാടെ നെഞ്ച് പിടിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുകയാണ്, ഇവിടെ പലരും ദേവയാനിയുടെ മരുമകളെയാണ് സംശയിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ആ കുട്ടി വളരെ പാവമാണ്. അപ്പോൾ അനാമികയുടെ അമ്മയും പറയുന്നുണ്ട്, ഇവരെല്ലാം പറയുന്നത് വെറുതെയാണ്. ആ നയന എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടിരിക്കുകയാണ്, സ്നേഹം കാണിച്ച് എല്ലാവരെയും മയക്കിയിരിക്കുകയാണ്. അതൊന്നുമല്ല സത്യം, അവൾ തന്നെയാണ് ആ പാലിൽ വിഷം കലക്കിയത്. ഇവിടെ പാല് തിളപ്പിക്കാറുള്ളതും അടുക്കളയിൽ കയറുന്നതും അവളാണ്. അതുകൊണ്ട് അവൾ തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ദേവയാനിയുടെ അമ്മ പറയുന്നുണ്ട്,
ഇവള് പറഞ്ഞത് ശരിയായിരിക്കും, അവൾ തന്നെയായിരിക്കും അത് ചെയ്തത്. അവളോട് ഹണിമൂണിന് പോകണ്ട എന്ന് ദേവയാനി പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് ആ ദേഷ്യം തീർക്കാൻ അവൾ തന്നെയായിരിക്കും അതെല്ലാം ചെയ്തത്. ദേവയാനിയുടെ അമ്മ പറയുന്നത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും മുഖത്തോട് മുഖം നോക്കുകയാണ്. കാരണം ദേവയാനിയുടെ അമ്മ എന്ന് പറയുന്നത് നേരായ വഴിക്ക് മാത്രം പോകുന്ന ആളാണ്. ശരി ഏത് തെറ്റ് ചെയ്ത് എന്ന് ദേവയാനിയുടെ അമ്മയ്ക്ക് നല്ല ധാരണയുണ്ട്. മുത്തശ്ശനാണെങ്കിൽ ദേവയാനിയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ തീരെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ദേവയാനിയുടെ അമ്മ തെറ്റി കണ്ടാൽ പ്രതികരിക്കുകയും ശരിയുടെ കൂടെ മാത്രം പോകുകയും ചെയ്യുന്ന ആളാണ്. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. അപ്പോഴേക്ക് ദേവയാനിയുടെ അമ്മ പറയുകയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് സുഖമില്ലാത്തതല്ലേ, എന്തിനാണ് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നത്, നമുക്ക് മുറിയിൽ പോയി സംസാരിക്കാം, എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെയും മുത്തശ്ശിയും കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് ദേവയാനിയുടെ അമ്മ. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നീ അറിഞ്ഞതൊന്നുമല്ല സത്യം, അതെല്ലാം എനിക്ക് അറിയാം എന്ന് ദേവയാനിയുടെ അമ്മ പറയുന്നുണ്ട്. താഴത്ത് വെച്ച് നീ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. അത് പിന്നെ അമ്മേ, മുള്ള കൊണ്ട് തന്നെ മുള്ളിനെ എടുക്കുകയാണ്. എന്താണ് നീ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. ജയൻ എന്നെ വിളിച്ച് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയാറുണ്ടായിരുന്നു, അതുപോലെ ആദർശും അപ്പാപ്പും എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ടായിരുന്നു. ഇനി എന്താണെന്ന്, നവ്യ എന്താണെന്ന്, അനാമിക എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരാതെ തന്നെ എനിക്ക് മനസ്സിലായി. മുത്തശ്ശനും അജയനും ജയനും ആദർശമെല്ലാം നയനമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഭാഗത്താണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസം എല്ലാവരും വീക്ഷിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ അനാമികയുടെ ദേഷ്യം കാണിച്ചാൽ പല സത്യങ്ങളും ഞാൻ അറിയാതെ പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത്. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുന്ന വിദ്യയാണ് ഞാനും പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടിയോട് ഞാൻ സ്നേഹം കാണിക്കാൻ വേണ്ടി പോവുകയാണ്, സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയുടെ അനുഗ്രഹം എനിക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് മുത്തശ്ശൻ പറയുകയാണ്, നിന്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ ആദ്യം അങ്ങ് പേടിച്ചു പോയി. സത്യത്തിനെതിരായിട്ട് മോൾ ഇതുവരെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ലല്ലോ, എനിക്ക് എന്താണ് പെട്ടെന്ന് പറ്റിയത് എന്ന് ആലോചിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. താൻ വന്നപ്പോൾ എനിക്ക് സമാധാനമായിടോ. എൻ്റെ കൈപ്പിടിയിൽ പോലും ഒതുങ്ങുന്ന കുട്ടിയല്ല ആ അനാമിക. അവളെ കണ്ണിൽ കാണുന്നത് പോലും എനിക്കിഷ്ടമില്ല. അത്രയ്ക്കും ധിക്കാരമാണ് ആ കുട്ടിക്ക്. വളർത്തുദോഷം എന്നല്ലാതെ പിന്നെ എന്ത് പറയും. കൊച്ചുമോൻ്റെ ഭാര്യയായി പോയില്ലേ, പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. എങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. താല്പര്യമില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അവൾ അന്ന് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ദേവിയാനിയുടെ അമ്മ പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാൻ വച്ചാ, ജയ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിരുന്നു. സാറിനോട് പോലും ഇങ്ങനെ പറയുന്നെങ്കിൽ ആ കുട്ടിയുടെ വാല്യൂ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയാം. അത് പറയാനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. നീ ഒന്നും പേടിക്കേണ്ട, നിന്റെ കൂടെ ഞങ്ങളുണ്ട്. നീ പോകുന്നതിന് മുമ്പ് തന്നെ ആരാണ് ഇവിടുത്തെ കള്ളി എന്ന് നീ തെളിയിക്കണം. അതെന്തായാലും ഞാൻ തെളിയിക്കും. അച്ഛൻ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനിയുടെ അമ്മ. ദേവിയാനിയുടെ അമ്മ നേരെ താഴത്തേക്ക് പോകുന്നുണ്ട്. ദേവിയാനിയുടെ അമ്മ വന്നത് അറിഞ്ഞ് ജലജി അങ്ങോട്ട് വരികയാണ്. ആ സമയം ജലജിയോട് പറയുകയാണ് അനാമിക, ആ ഞാനെ വല്യമ്മയുടെ അമ്മ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അത് കേട്ട് ജലജ ഒരു സംശയത്തോട് പറയുകയാണ്, അവർ അങ്ങനെയൊക്കെ പറയുമോ, വളരെ ബുദ്ധിശാലിയാണ് അവർ നമ്മുടെ മുത്തശ്ശനെ പോലെയുള്ള ഒരാളാണ്, സ്വന്തമായി അധ്വാനിക്കുന്ന ആളാണ്, വളരെ പവർഫുള്ളായ വുമൺ. അവരൊരിക്കലും നമുക്കൊന്നും പറ്റിക്കാൻ പറ്റില്ല. അവരിങ്ങോട്ട് വന്നിട്ടേ ഇല്ലേ ഉള്ളൂ, എന്തായാലും അവരെയും സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ ജലജ പറയുമ്പോൾ അനാമികയുടെ അമ്മയും പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, അവർ വളരെ സ്നേഹത്തോടെയാണ് മോളോട് പെരുമാറിയത്, നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞ് അവർ അനുഗ്രഹിക്കുക ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ജലജ പറയുകയാണ്. അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ലല്ലോ, അവർ സത്യത്തിനെതിരായി പ്രവർത്തിക്കില്ല, ഭയങ്കരമായ ഡീസൻറ്റിലും ഡിസിപ്ലിനിലും ഒക്കെ ജീവിക്കുന്ന ആളാണ് അവർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഒന്ന് സൂക്ഷിക്കുന്നതൊക്കെ നല്ലതാണ്, സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ നിൽക്കേണ്ട. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴേക്കും ദേവയാനിയുടെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ജലജ, നീ എന്താണ് എന്നെക്കുറിച്ച് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമില്ല, ചേച്ചിയെക്കുറിച്ച് ഞാൻ പുകഴ്ത്തി പറയുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. എനിക്കങ്ങനെ പുകഴ്ത്തലൊന്നും ഇഷ്ടമില്ല, ഇത് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ദേവയാനിയുടെ അമ്മ. അങ്ങനെ ജാനകിയുടെയും ജലജയുടെയും കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അനാമികയുടെ അമ്മ അവിടെ വന്നിരിക്കുകയാണ്. പിന്നീട് അനന്തപുരി തറവാട്ടിലെ ഓരോരോ കള്ളങ്ങളും കണ്ടുപിടിക്കുകയാണ് ദേവയാനിയുടെ അമ്മ.